വീനക്കാണ്. അപ്പോൾ ഈ വീനക്ക് എന്ന് പറയുമ്പോൾ സെന്ററിൽ ഇങ്ങനെ ഫോൾഡ് വന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് ലെവൽ ചെയ്യുന്ന രീതിയിൽ മനസ്സിലായോ. അപ്പോൾ വീനക്ക് എന്ന് പറയുമ്പോൾ ഞാൻ അത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 ഇഞ്ചാണ് കൂട്ടിയിട്ടേക്കുന്നത്. നമുക്കുള്ള പീസ് എടുത്താൽ മതി. ഇതിപ്പോൾ കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിങ്ങനെ മടക്കി കണ്ടോ, മടക്കിയിട്ട് ഇതിന്റെ ഷോൾഡർ വരുന്നത് 7.5 അതായത് 15 ഇഞ്ചാണ്. അപ്പൊ ഞാൻ വി എടുക്കുന്നത് ഒരു 4 എടുക്കുന്നുണ്ട്, 4.5 എടുക്കുന്നുണ്ട്. ബാക്കി ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ആം ഹോൾ എടുത്തു. ബാക്കി എല്ലാം നമുക്ക് അളവ്, അതായത് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 38 സൈസാണ്, 38 40 സൈസാണ്. അപ്പോൾ ആ 40 സൈസ് 38 ഇഞ്ചാണ് അവരുടെ കറക്റ്റ് അളവ്. അപ്പൊ നമ്മൾ ലൂസ് കൂട്ടുമ്പോൾ 2 ഇഞ്ച് കൂടെ കൂടി 40 സൈസാണ് അവരുടെ. അപ്പൊ 40 സൈസിലെ ഒരു ടോപ്പാണ് ഞാൻ എടുക്കുന്നത്. സ്ലീവ്ലെസ് ആണ് ടോപ്പ് സ്ലീവ്ലെസ് ആകുമ്പോൾ നമ്മൾ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞത് ഇത് വീനക്കാണ്. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കണ്ടോ. അപ്പൊ അളവ് ഞാൻ എടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞു. പിന്നെ കഴുത്തകലം എടുത്തേക്കുന്നത് 4.5 അതായത് ഫുൾ ഷോൾഡർ വരുന്ന 7.5. അതുപോലെ ആം ഹോൾ എടുത്തു. ആം ഹോൾ എടുത്തേക്കുന്നത് ഞാൻ 1.5 സ്ലോപ്പ് എടുത്തിട്ട് താഴേക്ക് പിന്നെ ചെസ്റ്റിന്റെ ആറിലൊന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ബാക്കി നമ്മുടെ സാധാരണ അളവ് തന്നെ, അതായത് ഞാൻ എപ്പോഴും ലൂസ് കൂട്ടുന്ന പോലെ തന്നെയാണ് കൂട്ടിയേക്കുന്നത്. അപ്പൊ നിങ്ങൾക്കത് അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ. എപ്പോഴും അത് പറഞ്ഞ് ശല്യം ചെയ്യണം ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. അപ്പൊ നമുക്കിവിടെ ഈ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കണ്ടോ. കട്ട് ചെയ്തിട്ട് ഞാൻ വി കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം വി കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കാത്തത് നമുക്ക് സ്റ്റിഫ് വെച്ച് ചെയ്യാനാണ് അത് അങ്ങനെ വെച്ചേക്കണത് കേട്ടോ. സ്റ്റിഫ് വെക്കണമെന്നാണ്. അപ്പോൾ സ്റ്റിഫ് വെക്കേണ്ടതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്യാത്തത്. അതുപോലെ തന്നെ സ്ലിറ്റ് വെച്ചിട്ടല്ല ചെയ്യുന്നത്, സ്ലിറ്റ് ഇല്ലാത്ത മെത്തേഡിലാണ് ചെയ്യുന്നത്. സ്ലിറ്റ് വേണ്ട. അപ്പോൾ ഫ്രണ്ടിൽ ആ പ്ലീറ്റ് വരുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും ചെയ്യാൻ, അതുകൊണ്ടാണ്. ഇടാൻ നല്ല സ്റ്റൈലായിരിക്കും. അപ്പോൾ ഈ സ്ലീവ്ലെസ് ആവുമ്പോൾ ആം ഹോൾ കറക്റ്റ് ചെയ്ത് വേണം എടുക്കാൻ, ഇല്ലെങ്കിൽ ആം ഹോൾ കൂടിയാലും വൃത്തികേടാണ്. ഫ്രണ്ട് കുഴിച്ചൊന്നും വെട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാനത് കുഴിച്ച് വെട്ടുന്നില്ല. ഇത് ബാക്കിലുള്ള പീസാണ് കേട്ടോ. ഇത് ഞാൻ ആ സ്റ്റിഫ് വെക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ എടുക്കാതിരിക്കണത് കേട്ടോ, അതങ്ങനെ കട്ട് ചെയ്യാത്തത്. അപ്പൊ നമുക്ക് ഈ പീസ് നമുക്ക് ഈ വി വരണം കറക്റ്റായിട്ട്. അപ്പൊ ആ വിയിലേക്ക് വരണമെങ്കിൽ കണ്ടോ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പോയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവുമോന്നറിയില്ല. ഇതിങ്ങനെ ആദ്യം കറക്റ്റ് ചെയ്ത് വെക്കുക. വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിഫ് അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ആ കറക്റ്റ് പോയിന്റ്, അതിനാണ് ഞാൻ ഇത്രയും മാത്രം കട്ട് ചെയ്തത്. ഇത് ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിഫ് വെക്കാൻ പറ്റത്തില്ല. അതായത് ഈ പോയിന്റ് കൊണ്ടുവന്ന് സെന്ററിൽ വെച്ചു കണ്ടോ, ഈ പോയിന്റും കൊണ്ടുവന്ന് സെന്ററിൽ വെച്ചപ്പോൾ നമുക്ക് ഇതങ്ങനെ കട്ട് ചെയ്തപ്പോൾ വി ആയി കണ്ടോ. ഈ വി നമുക്ക് ഫോൾഡ് ഇതാകുമ്പോൾ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്, അതാ ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കി തരുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയണ്ടോ ഇങ്ങനെ ഇരിക്കും. ഇത് ആ വി നമ്മൾ ആ വരച്ചിട്ടേക്കുന്ന വി ആണ് കണ്ടോ. ആ വി ഇതേപോലെ ഇപ്പുറത്തും വി വരും. അപ്പൊ നമുക്ക് ഈ പോയിന്റ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും കണ്ടോ. എന്നിട്ട് ഇവിടെ 2 ബട്ടൺസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് ഫ്രണ്ട്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്കിത് തയ്ച്ചു നോക്കാം. ഇത് വെട്ടേണ്ട രീതി കണ്ടല്ലോ, അത് സ്റ്റിഫ് വെക്കാനാണ്. സ്റ്റിഫ് വെക്കണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതും കട്ട് ചെയ്യാം. ഈ വി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാതെ തന്നെ ഈ പ്ലേറ്റ് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വരും കണ്ടോ. അപ്പൊ അത് കറക്റ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ സംശയം വരില്ല. ഇത് സംശയം വരാതിരിക്കാനാണ് ഞാൻ ഇത് വീണ്ടും ഇങ്ങനെ കാണിച്ചു തന്നത് കണ്ടോ. കറക്റ്റ് ആയിട്ട് ഇരിക്കും. ഓക്കെ. ഇപ്പൊ ലൈനിങ് ഇടേണ്ടതാണെങ്കിൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ഇനി ബാക്കാണ് കട്ട് ചെയ്യേണ്ടത്. അത് പറഞ്ഞു തരേണ്ടതില്ല, സാധാരണ കട്ടിങ് ആണ് കേട്ടോ. നമ്മൾ വീനൊക്കെ എടുക്കുമ്പോൾ ഒരു മെത്തേഡ് ഇതാണ് കണ്ടോ. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള പ്ലേറ്റ് മടക്കിയിട്ട് ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് സേഫിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഇത്രയും മാത്രം ഒന്ന് അടിച്ചാൽ മതി. ഇത്രയും മാത്രം അടിച്ചു കൊടുക്കുക. ഓക്കെ. വശത്തിട്ടാണ് നമ്മൾ അടിക്കണം. അപ്പൊ ഇങ്ങനെ തിരിച്ചു വെച്ചു കണ്ടോ. വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കറക്റ്റ് ഇത് കിട്ടും.
അപ്പോൾ എവിടം വരെയാണ് വരേണ്ട ലെങ്ത് എന്ന് വെച്ചാൽ അവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് സ്റ്റിഫ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, സ്റ്റിഫ് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിന്നോളും. ഈ പീസ് കറക്റ്റ് വേയിൽ ഇരുന്നോളും. കണ്ടോ? ചെയ്താൽ കണ്ടോ? അപ്പോൾ ഞാൻ ഈ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞു. എന്താ എങ്ങനെയുണ്ട്? ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഫ്രണ്ടിൽ ബോക്സ് പ്ലീറ്റ് ഇട്ടാണ് ചെയ്തേക്കുന്നത്. എന്താ ബാക്ക് ഫ്രണ്ടിൽ ബോക്സ് പ്ലീറ്റ് ആണ്, അതിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ.